ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എൻ വാസുവിന്റെയും KS ബൈജുവിന്റെയും ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഡിസംബർ 3 വിധി പറയും. KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയിൽ നവംബർ 29 വിധി പറയുക. ഇരുവർക്കും ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. അതേസമയം ഉത്തരവിറങ്ങുമ്പോഴും കട്ടിളപ്പാളി കൈമാറുമ്പോഴും എൻ വാസു ഇല്ലായിരുന്നുവെന്ന് പ്രതിഭാഗം. വിശദാംശങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഈ സ്വർണ്ണ കവർച്ചയിൽ ഇതുവരെ 6 പ്രതികളാണ് ഉള്ളത്. ഈ 6 പ്രതികളിൽ 2 പേരുടെ ജാമ്യാപേക്ഷയിലാണ് വിധി പറയുക, എൻ വാസുവിൻ്റെയും ബൈജുവിൻ്റെയും. മറ്റു വിവരങ്ങൾ കൂടി. തീർച്ചയായും 6 പ്രതികളിൽ 2 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിച്ചത്. ഇതിനു മുമ്പായി തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരുന്നു. നാളെയാണ് അതിൽ വിധി പറയുക. അതേസമയം തന്നെ എൻ വാസുവിൻ്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് കോടതിയിലെത്തിച്ച് വീണ്ടും കാലാവധി നീട്ടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിച്ചിരിക്കുന്നത്. ഈ ജാമ്യാപേക്ഷയിൽ പ്രതിഭാഗത്തിൻ്റെ വാദം, അതായത് എൻ വാസുവിൻ്റെ അഭിഭാഷകൻ വാദിച്ചത് ഈ ഉത്തരവിറങ്ങുമ്പോഴും അല്ലെങ്കിൽ കട്ടിളപ്പാളി കൈമാറുമ്പോൾ അതിനു മുമ്പായി തന്നെ എൻ വാസു വിരമിച്ചിരുന്നു എന്നുള്ളതാണ്, നേരിട്ട് പങ്കില്ല എന്നുള്ളതാണ് ഈ പ്രതിഭാഗത്തിൻ്റെ വാദം. അതേസമയം തന്നെ ഈ പ്രോസിക്യൂഷൻ വാദം കൃത്യമായും ഈ 2 പ്രതികൾക്കും കേസുമായി ബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെ ഇരുവർക്കും ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദം. എന്തായാലും അന്വേഷണ സംഘത്തിന് എൻ വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും ഒക്കെ അറസ്റ്റോടുകൂടി തന്നെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തുടർന്നും അറസ്റ്റുകൾ ഉണ്ടായേക്കാം, അത് ഉന്നതരിലേക്ക് തന്നെ എത്തുമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെയാണ് ഈ പത്മകുമാറിൻ്റെ കസ്റ്റഡി അപേക്ഷ വിജിലൻസ് കോടതി പരിഗണിക്കുക. തുടർന്ന് അന്വേഷണ സംഘത്തിന് ഈ കസ്റ്റഡിയിൽ നൽകിക്കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ കുരുക്ക് മുറുകാനാണ് സാധ്യത. അത് മറ്റ് രാഷ്ട്രീയ നേതൃത്വത്തിലേക്കടക്കം അന്വേഷണം എത്തുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും എൻ വാസുവിൻ്റെയും KS ബൈജുവിൻ്റെയും, അതായത് തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജു ഉദ്യോഗസ്ഥനായിരുന്നത് കൊണ്ട് തന്നെ 2 കേസുകളിലും പ്രതിയാണ്. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള പങ്ക്, അത് ഉത്തരവാദിത്തം KS ബൈജുവിനുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയിൽ നടപടിക്രമങ്ങൾ തുടരുമ്പോൾ ഇത്രയും പേർ റിമാൻഡിലാണ്. ഈ റിമാൻഡ് കാലാവധിയിൽ ഇവർ സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷയിൽ ജാമ്യം നൽകരുത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ നിലവിലുള്ള വാദം. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കില്ല എന്നുള്ളതാണ് പ്രാഥമികമായും നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം അത്രയധികം ഗൗരവമുള്ള കേസായതുകൊണ്ടും അന്വേഷണം തുടരുന്നത് കൊണ്ടും തന്നെ ഈ ജാമ്യാപേക്ഷയൊന്നും തന്നെ പരിഗണിച്ച് വാദം പൂർത്തിയായാലും ഇവർക്ക് ജാമ്യം അനുവദിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ശബരിമലയിൽ നടന്നിട്ടുള്ള ഈ കൊള്ള, അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു വേദന തന്നെയാണ്. അതിന് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകുന്നത് ഏത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിന്തുണയോടുകൂടിയാണെന്ന് സ്വാഭാവികമായും ഈ അറസ്റ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ CPMൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവാണ് പത്മകുമാർ. ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLA ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനം പത്മകുമാറിലേക്ക് അറസ്റ്റ് എത്തി നിൽക്കുമ്പോൾ അന്വേഷണം എവിടെ എത്തുന്നു എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശരി. മനോജ് പറഞ്ഞതുപോലെ തന്നെ 6 പ്രതികളാണ് നിലവിലുള്ളത്. അതിൽ 2 പ്രതികളുടെ ജാമ്യാപേക്ഷയിലാണ് വാദം പൂർത്തിയായത്. ഈ മാസം 29-നും അടുത്ത മാസം 3-നുമാണ് ഇത് സംബന്ധിച്ച് വിധി പറയുക.